എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞങ്ങളൊരു നിശ്ചയത്തിന് പോകുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിശ്ചയത്തിന് പോകാനായിട്ടൊക്കെ റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്, ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നിശ്ചയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞാൻ സാരി എടുത്തു. ഞങ്ങളങ്ങനെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഹാളിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും ബന്ധുക്കളെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് ബന്ധുക്കളെ എല്ലാം ഒന്ന് കാണാനായിട്ടൊക്കെ പറ്റുന്നത്. ധനുഷിനെ ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ധനുഷിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്ത്, ധനുഷിനും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ കസിൻസിനെയും എൻ്റെ മുത്തമ്മയും എല്ലാവരെയും, ഓൾമോസ്റ്റ് എല്ലാ ബന്ധുക്കളും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കുടുംബത്തിലുള്ളതും അമ്മയുടെ കുടുംബത്തിലുള്ളതും എല്ലാ ബന്ധുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ തന്നെ എന്നാ വന്നത്, എന്തൊക്കെയുണ്ട് വിശേഷം, ഓണാണോ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ചോദിച്ചു. ഇതാണ് നിശ്ചയം നടക്കുന്ന വധൂവരന്മാർ. അപ്പോൾ ഇത് വധുവിൻ്റെ അമ്മയാണ്. ആ ബ്ലൂ സാരി ഉടുത്തുകൊണ്ട് നിൽക്കുന്നത്. ദേ ഇരിക്കുന്നു രണ്ട് അമ്മൂമ്മമാരും. ഒന്ന് ധനുഷിൻ്റെ അമ്മൂമ്മ, എൻ്റെ അമ്മ. അത് മറ്റേ അപ്പുറത്തിരിക്കുന്നത് അമ്മയുടെ ചേച്ചി. അപ്പം എല്ലാവരെയും കണ്ട് എല്ലാവരോടും ഒരു ഒരു സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി. കുറേ നാളുകൾക്ക് ശേഷമല്ലേ പിന്നെ എല്ലാവരും ഒക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്, ഇത് ദേ മൂത്തമ്മയും അമ്മയും കൂടെ ഒക്കെ നിന്നിട്ടുള്ള ഫോട്ടോ എടുത്ത് അങ്ങനെ ധനുഷും ഇരിക്കുന്നു. നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഊണ് കഴിക്കാൻ പോയി. ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ബന്ധുക്കളല്ലാതെ വന്നവരെല്ലാം പോയി. പിന്നെ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം അടുത്ത ബന്ധുക്കളാണ്. അപ്പം ഞങ്ങളും പിന്നെ ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ധനുഷ് കഴിക്കുന്നു സദ്യ കഴിക്കാൻ ഇഷ്ടമാണോ? ചോറ് വരാതെ എങ്ങനെയാണ് കഴിക്കുന്നത്? ചോറ് വന്നില്ല. മിങ്ങണ്ടേ? ധനുഷ് പായസം കഴിക്കുന്നുണ്ടോ? പഴം ഇങ്ങനെ പ്രഥമനും മിക്സ് ചെയ്ത് കഴിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. ഓഹോ, ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കി. വെരി ഗുഡ്. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ധനുഷ് ഞാൻ ഫോട്ടോ എടുക്കുവാന്ന് വെച്ചിരിക്കുക കേട്ടോ. ഞാൻ പക്ഷേ വീഡിയോയാണ് എടുക്കുന്നത്. ധനുഷിനെ നമുക്ക് കളിപ്പിക്കാം. നിശ്ചയത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും പോയി. ഇപ്പോൾ പെണ്ണും ചെറുക്കനും, അതായത് കല്യാണ പെണ്ണും ചെറുക്കനും ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അപ്പം ആളൊഴിഞ്ഞ സ്ഥലം. നമ്മൾ പോയില്ല. അമ്മ ഞങ്ങളെ അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മൂമ്മ നമ്മളെ നോക്കുന്ന കേട്ടോടാ. ദേ പോന്ന് അമ്മൂമ്മ നമ്മളെ നോക്കി ദേ അവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നത്. ദേ ഇങ്ങനെ കറങ്ങി നടക്കുക കേട്ടോ. നമ്മളെ നോക്കുക. നമ്മളെ കണ്ടില്ല കേട്ടോ. അമ്മമ്മയും കണ്ടു. അമ്മ നമ്മളെവിടെ എല്ലാം തപ്പിയിട്ട് വെളിയിലൊക്കെ പോയി നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് ഞാനിങ്ങനെ കൈ കാണിച്ചു. തന്നെ എൻ്റെ കൂടെ പറഞ്ഞ് കൈ കാണിക്കണ്ട, അമ്മമ്മ നമ്മളെ തപ്പി കണ്ടുപിടിക്കട്ടത്. അങ്ങനെ അമ്മമ്മ കണ്ടുപിടിച്ചു. അമ്മമ്മ ഇന്നലെ ധനുഷിന് മേടിച്ച മോതിരം ഫോക്കസാണ്. ആണ് ഞങ്ങളുടെ അമ്പലം.
നമ്മളെ വീട്ടിൻ്റെ അവിടെയൊക്കെ നമ്മൾ കാണുന്ന അമ്പലമില്ലേ, ആ അമ്പലം ഇതാ. ഇവിടാണ് വിഷുവിൻ്റെ അന്ന് ഉത്സവമൊക്കെ നടന്ന അമ്പലം. ഞങ്ങളിതുവരേക്കും വീട്ടിലെത്തിയിട്ടില്ല. അമ്മ മാങ്ങ വറക്കാൻ പോയിരുന്നു അമ്പലത്തിൻ്റെ അവിടെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, ഒരു മാവുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതിനകത്തുനിന്ന് മാങ്ങ വറക്കാൻ പോയി. എന്നിട്ട് അതിലേ കൂടെ പോന്നോ? അതിലേ കൂടെ ഇറങ്ങാൻ പറ്റുമോ? ഞങ്ങളങ്ങനെ നിശ്ചയം കഴിഞ്ഞിട്ട് ഹോളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. അവിടെയൊക്കെ പോയിട്ടൊക്കെ ഞങ്ങൾ തിരിച്ചു വരുവാണ്. ഭയങ്കര വെയിലാണ്. എൻ്റെ മുഖം കാണുമ്പോഴേ അറിയാം. അങ്ങോട്ട് പോയ രൂപമേ അല്ല തിരിച്ചു വന്നപ്പോഴത്തേന്. അപ്പോൾ നടന്നാണ് വന്നത്. നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ല. എന്നാലും ആ നടന്ന് വരവിൻ്റെ ഇതുകൊണ്ടാണ് മുഖത്തിന് ഇത്രയും ക്ഷീണം. ഞങ്ങളങ്ങനെ അതേ വീട്ടിലെത്തി. അയ്യോ എന്തൊരു ചൂടേ, എന്തൊരു ചൂടേ. ആദ്യമേ ഫാനിടട്ടെ. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി കുറച്ച് വിശ്രമിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും തുടങ്ങി മാങ്ങ കഴിപ്പ്. ഉച്ച കഴിഞ്ഞാൽ ഇപ്പം മെയിൻ ഹോബി എന്ന് പറയുന്നത് മാങ്ങ കഴിക്കുക എന്നുള്ളതാണ്. കിട്ടുമ്പോഴല്ലേ കഴിക്കാൻ പറ്റുമോ. അത് നല്ല നാട്ടുമാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയാണ്. അതേ നോക്കൂ, ധനുഷും ഇപ്പം ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ആദ്യം അവന് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു, ഇപ്പം ഇരുന്ന് കഴിച്ചോളൂ. ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വെളിയിൽ നിന്നതായിരുന്നു, മാങ്ങയൊക്കെ കഴിച്ചോണ്ടിരുന്നതായിരുന്നു. കൊതുക്, ഭയങ്കര കൊതുക്. വെളിയിൽ നിന്നപ്പോഴത്തേന് ഒരു തരം ചെറിയ കൊതുകൾ കടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്തോ ഒരു അരപ്പാന്നറിയാമോ കാലിലൊക്കെ. കഴിക്കുക കൊതുക് കടിച്ചടങ്ങുന്നേ എന്നാണ്ട് നിന്റെ പുറകെ അടങ്ങുന്നു. ഭയങ്കര അരപ്പാ, ഭയങ്കര അരപ്പ്, ഭയങ്കര ഒരു തരം പിന്നെ നീറ്റലോ കൊച്ചിലോ ഒക്കെ. നല്ലതുപോലെ ഒന്ന് മഴ പെയ്തെങ്കിൽ. ഇതാണ് രാത്രിയിലത്തെ ഞങ്ങളുടെ ഭക്ഷണം. ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ട് പിന്നെ രാത്രിയിൽ ലൈറ്റായിട്ട് മതിയെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ലൈറ്റ് അല്ല, ഇതും ഹെവി തന്നെയാണ്. ഞങ്ങൾ രാത്രിയിലെ ഫുഡ് കഴിക്കാതിരിക്കുക. രാത്രിയിൽ ഇന്ന് കപ്പയും ചേമ്പും പുഴുക്ക്, പിന്നെ എൻ്റെ കൂട്ടത്തിൽ നല്ല തേങ്ങാ ചമ്മന്തിയാണ്. ഇച്ചിരി സൗണ്ട് കുറക്കണം. അപ്പോൾ രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് കിടന്നുറങ്ങാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നേ, എനിക്ക് ഉറക്കം വരുന്നേന്ന് പറഞ്ഞതാണ്. അമ്മ പറഞ്ഞ് കഴിച്ചിട്ട് കിടന്നാൽ മതി, കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ കഴിക്കാനിരിക്കുവാണ്. ഫാനിൻ്റെ സൗണ്ട് ഉണ്ട് നല്ലതുപോലെ, നല്ലോണം കേൾക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുകയാണ്. രാവിലെ തൊട്ടുള്ള വീഡിയോ ആണ്. ഇന്നത്തെ ഒരു വിവാഹ നിശ്ചയത്തിൻ്റെ വീഡിയോ ആയിരുന്നു ഇന്ന് രാവിലെ തൊട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കപ്പ പുഴുക്കോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി. ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ കപ്പ പുഴുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ഗായ്സ് കപ്പപ്പുഴുക്ക്, കപ്പയും ചേമ്പും. ചമ്മന്തി.